നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDFനൊപ്പമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് AZ റിസർച്ച് പാർട്ട്നേഴ്സ് രണ്ടാം ഘട്ട സർവേ ഫലം. 14 സീറ്റുകൾ വരെ UDF നേടിയേക്കുമെന്ന് പ്രവചിക്കുമ്പോൾ LDFന് 6 സീറ്റ് വരെ കിട്ടിയേക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. എന്നാൽ NDAക്ക് 3 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. ത്രികോണ പോരാട്ടം ശക്തമായ തിരുവനന്തപുരത്ത് BJPയുടെ കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് AZ റിസർച്ച് പാർട്ട്നേഴ്സ് സർവേയുടെ പ്രവചനം. രണ്ടാം ഘട്ട സർവേയിൽ LDFും NDAയും വോട്ട് വീതം മെച്ചപ്പെടുത്തുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ 8 സീറ്റുകളിൽ കാസർഗോഡും പാലക്കാടും ഒഴികെയുള്ള 6 സീറ്റും UDF നേടുമെന്നാണ് പ്രവചനം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാസർഗോഡ് LDFിന്റെ KP സതീഷ് ചന്ദ്രന് നേരിയ മുൻതൂക്കമുണ്ട്. സതീഷ് ചന്ദ്രൻ 34%, UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ 33% പിന്തുണ നേടുമ്പോൾ NDAയുടെ രവീശ തന്ത്രിക്കൊപ്പമുള്ളത് 17% പേരാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന കണ്ണൂരിൽ CPMന്റെ സിറ്റിംഗ് MP PK ശ്രീമതിയെ UDFിന്റെ K സുധാകരൻ വീഴ്ത്തുമെന്നാണ് അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. K സുധാകരന് 39%, ശ്രീമതിക്ക് 38% പിന്തുണയുണ്ടെന്നാണ് സർവേ ഫലം. കേരളം ഉറ്റുനോക്കുന്ന വടകരയിലെ പോരാട്ടത്തിൽ വിജയിയാവുക K മുരളീധരനാകുമെന്നും സർവേ പ്രവചിക്കുന്നു. CPMലെ കരുത്തൻ P ജയരാജനെതിരെ 7% വ്യക്തമായ മേൽക്കൈയാണ് മുരളീധരൻ പ്രവചിക്കുന്നത്. വയനാട് സുരക്ഷിത മണ്ഡലം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷൻ 45% പിന്തുണ ലഭിക്കുമെന്ന് സർവേ കണ്ടെത്തുന്നു. കോഴിക്കോട് MK രാഘവന് 3ാം ഊഴം പ്രവചിക്കുകയാണ് സർവേ. രാഘവന് 44%, CPMന്റെ A പ്രദീപ് കുമാർ 36% വോട്ട് നേടുമെന്നാണ് പ്രവചനം. മുസ്ലിം ലീഗ് കോട്ടകളിൽ ഇക്കുറിയും വിളക്കമുണ്ടാകില്ല. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ 29%, 52% മൃഗീയ ഭൂരിപക്ഷമാണ്. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിനും മികച്ച മാർജിന് വിജയിക്കാനാവുമെന്ന് സർവേ കണ്ടെത്തുന്നു. ഇടതുപക്ഷത്തിന്റെ 36%-നെതിരെ 46% വോട്ടർമാരുടെ പിന്തുണയാണ് ET മുഹമ്മദ് ബഷീറിന് സർവേ പ്രവചിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ശ്രദ്ധേയമായ ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് CPMന്റെ MB രാജേഷിന് 3ാം ഊഴം പ്രവചിക്കുകയാണ് സർവേ. രാജേഷ് 37%, UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ 35%, BJPയുടെ ശ്രീകൃഷ്ണകുമാർ 28% വോട്ട് വീതം നേടുമെന്നാണ് കണ്ടെത്തൽ. മധ്യകേരളത്തിൽ ഇടതുമുന്നണി മേധാവിത്വം നിലനിർത്തും. മധ്യകേരളത്തിലെ 5 സീറ്റുകളിൽ 3ലും LDFനാണ് മേൽക്കൈ. ഇടതുകോട്ടയായ ആലത്തൂർ കടുത്ത പോരാട്ടത്തിനിടയിലും PK ബിജുവിനെ കൈവിടില്ലെന്ന് സർവേ കണ്ടെത്തുന്നു. ബിജുവിന് 41%, UDFന്റെ പുതുമുഖ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 39% വോട്ട് വീതമാണ് സർവേ പ്രവചിക്കുന്നത്. ത്രികോണ പോരാട്ടം കനക്കുന്ന തൃശ്ശൂരിൽ TN പ്രതാപനിലൂടെ UDF തിരിച്ചുപിടിക്കുമെന്നാണ് പ്രവചനം. പ്രതാപന് 36%, LDFന്റെ രാജാജി മാത്യുവിന് 32% വോട്ടർമാരുടെ പിന്തുണയുണ്ട്. NDAയുടെ സുരേഷ് ഗോപിക്ക് 26% വോട്ടാണ് സർവേ പ്രവചിക്കുന്നത്. ചാലക്കുടിയിൽ ഇന്നസെന്റിന് 2ാം ഊഴമെന്നാണ് സർവേ ഫലം. UDF കൺവീനർ ബെന്നി ബയനാനെതിരെ 2% മേൽക്കൈയാണ് LDFന്റെ സിറ്റിംഗ് MP ആയ ഇന്നസെന്റ് പ്രവചിക്കപ്പെടുന്നത്. എറണാകുളത്ത് IB ഈഡന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്നാണ് സർവേ കണ്ടെത്തിയത്. IBക്ക് 43%, P രാജന് 32%, കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിന് 20% വോട്ട് കിട്ടുന്നതാണ് പ്രവചനം. ഫോട്ടോ ഫിനിഷിംഗ് സാധ്യതയുള്ള ഇടുക്കിയിൽ LDFന്റെ സിറ്റിംഗ് MP ജോയ്സ് ജോർജ് കഷ്ടിച്ച് കടന്നുകൂടിയേക്കും. ഡീൻ കുര്യാക്കോസിനേക്കാൾ 1% മേൽക്കൈയാണ് നിലവിൽ ജോയ്സിനുള്ളതെന്നാണ് സർവേ പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ UDFന് വ്യക്തമായ മേൽക്കൈ സർവേ പ്രവചിക്കുന്നു. തെക്കൻ കേരളത്തിലെ 7 സീറ്റിൽ 5ലും UDF മുന്നിലുള്ളപ്പോൾ LDFനും NDAക്കും ഓരോ സീറ്റ് വീതം ലഭിക്കുമെന്നാണ് കണ്ടെത്തൽ. കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചായിക്കടൻ വമ്പൻ ജയം നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. വോട്ട് വീതത്തിൽ 20%-ഓളം വ്യത്യാസമാണ് സർവേ പ്രവചിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ 31%-നെതിരെ 50% വോട്ട് UDF നേടുമെന്നാണ് പ്രവചനം. ആലപ്പുഴയിൽ UDFന്റെ ഷാനിമോൾ ഉസ്മാനാണ് ജയം സർവേ പ്രവചിക്കുന്നത്. 8% ലീഡാണ് CPMന്റെ AM ആരിഫിന് മേൽ ഷാനിമോൾ ഉസ്മാൻ നേടുകയെന്നും സർവേ പറയുന്നു. മാവേലിക്കരയിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് കരുത്തുകാട്ടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDFന്റെ ചിറ്റയം ഗോകുമാറിനെതിരെ 13%-ഓളം പിന്തുണ കൊടിക്കുന്നിൽ കൂടുതൽ നേടുമെന്നാണ് പ്രവചനം. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ആന്റോ ആന്റണിയിലൂടെ UDF മണ്ഡലം നിലനിർത്തുമ്പോൾ NDAയുടെ K സുരേന്ദ്രൻ അട്ടിമറി ഭീഷണി ഉയർത്തി തൊട്ടുപിന്നിലുണ്ട്. ഇവിടെ ഏറെ പിന്നിലാണ് LDF എന്ന് സർവേ പ്രവചിക്കുന്നു. ആന്റോ ആന്റണിക്ക് 36% വോട്ട് വീതം, K സുരേന്ദ്രന് 35% വോട്ട് വീതവും, വീണ ജോർജിന് 20% വോട്ട് വീതമാണ് സർവേ പ്രവചിക്കുന്നത്. കൊല്ലം UDFന്റെ NK പ്രേമേന്ദ്രൻ നിലനിർത്തുമെന്നാണ് പ്രവചനം. LDFന്റെ KN ബാലഗോപാലിനേക്കാൾ 12%-ഓളം പേരുടെ പിന്തുണ പ്രേമേന്ദ്രന് അധികമായുണ്ടെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം ദൃശ്യമായ ആറ്റിങ്ങലിൽ A സമ്പത്ത് ഇടതുകോട്ട കാക്കുമെന്നാണ് പ്രവചനം. 35% വോട്ട് വീതം നേടുന്ന അടൂർ പ്രകാശിനേക്കാൾ 1%-ന്റെ ലീഡാണ് സമ്പത്തിനുള്ളത്.
സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് താമരവിരിയുമെന്നാണ് സർവേ കണ്ടെത്തുന്നത്. കുമ്മനം രാജശേഖരന് 40% പിന്തുണയുള്ളപ്പോൾ സിറ്റിംഗ് MP ആയ ശശി തരൂർ 34% രണ്ടാമതാണ്. 25% പിന്തുണയാണ് LDFിൻ്റെ സി ദിവാകരനുള്ളതെന്നും സർവേ കണ്ടെത്തുന്നു. ഫെബ്രുവരിയിൽ നടത്തിയ ആദ്യഘട്ട സർവേയിൽ UDFന് 14 മുതൽ 16 സീറ്റും CPMന് 3 മുതൽ 5 സീറ്റും NDAക്ക് 0 മുതൽ 2 സീറ്റും വരെയായിരുന്നു പ്രവചിച്ചിരുന്നത്. പുതിയ സർവേയിൽ LDFും NDAയും വോട്ട് വീതം മെച്ചപ്പെടുത്തുമ്പോഴും കേരളം UDFിനൊപ്പം തന്നെയെന്ന വിലയിരുത്തലിൽ മാറ്റമില്ല.